അങ്കമാലി മുക്കന്നൂർ കുട്ടക്കൊലയിൽ പ്രതിക്ക് വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവും പ്രതി ബാബുവിനെതിരെ ചുമത്തിയ 14 കുറ്റങ്ങളും തെളിഞ്ഞു. ബാബു സഹോദരനെയും കുടുംബത്തെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിൽ വിധി പറഞ്ഞത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ്. പ്രതികരണം: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസിൽ എല്ലാവരുടെയും ചോപ്പ് വൂൺസ് എന്ന് പറയുന്ന, അതായത് ഇൻസൈസ്ഡ് വൂൺസ്, വാക്കത്തി കൊണ്ട് സ്കള്ളും നെക്കും പൊളന്നു പോയിട്ടുള്ള മുറിവുകളാണ് 3 പേർക്കും. ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് അത് ഏറ്റവും ദാരുണമായിട്ടാണ്. 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അരുൺ ശങ്കർ നൽകും വിവരങ്ങൾ. അരുൺ, പ്രോസിക്യൂഷനൊപ്പം അന്വേഷണ സംഘമൊക്കെ മുന്നോട്ട് വെച്ച തെളിവുകൾ അത് അപൂർവങ്ങളാണെന്ന് വാദിച്ചുള്ള കണ്ടെത്തലുകൾ, ഇതൊക്കെ കോടതി അതേപടി അംഗീകരിക്കുകയായിരുന്നോ? എന്താണ് വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ചുവോ? ഫെബ്രുവരി 12 മുക്കന്നൂരിലെ ഒരു വീട്ടിലെ 3 പേരെ ബാബു വകവരുത്തിയത്, വാക്കത്തി കൊണ്ട് വകവരുത്തിയത്. ഈ ബാബുവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും ഇവരുടെ മകളെയുമാണ് വാക്കത്തി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് ബാബുവിന് ഇപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്മിതയെ കൊലപ്പെടുത്തിയതിനാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്കും മൃഗീയമായിട്ടാണ് സ്മിതയെ ഇയാൾ വെട്ടിക്കൊന്നത്. സ്മിതയുടെ ശരീരത്തിൽ 38ഓളം ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മറ്റ് 2 കൊലപാതകത്തിൽ, അതായത് ശിവനെയും ശിവന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തവും കോടതി വിധിച്ചിട്ടുണ്ട്. മറ്റ് പല വകുപ്പുകളിലായിട്ടുള്ള കുറ്റങ്ങളിൽ 36 വർഷത്തെ തടവും വിധിച്ചിട്ടുണ്ട്. ഇതിൽ സ്മിതയുടെ മകൻ അശ്വിനെ വെട്ടിക്കൊല്ലാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. ആ കേസിൽ ബാബുവിന് 10 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇതിനുൾപ്പെടെയാണ് 36 വർഷത്തെ തടവ് ബാബുവിന് വിധിച്ചിരിക്കുന്നത്. 4.4 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ഈ സ്മിതയുടെ കുടുംബം ഈ വിധി കേൾക്കാൻ കോടതിയിൽ ഉണ്ടായിരുന്നവർ ഈ വിധിയിലുള്ള സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. രക്തബന്ധത്തിൽപ്പെട്ട സഹോദരനെയാണ് ഇയാൾ നിഷ്കരണം വാക്കത്തിക്കൊണ്ട് വെട്ടിത്തള്ളിയത്. അത് ശിവനെ മാത്രമായിരുന്നില്ല, ആ ശിവനെ വെട്ടുമ്പോൾ അത് തടയാനെത്തിയ ഭാര്യയും ഇയാൾ നിഷ്കരണം വധിച്ചു. അയാളുടെ മകളെയും വധിച്ചു. മകളുടെ മക്കളെയും ഇരട്ട കുട്ടികളെയും അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെ നിന്നും അയാളുടെ ക്രൂരത ഒടുങ്ങിയിരുന്നില്ല. അതിനുശേഷം ഈ 3 കൊലപാതകങ്ങളും നടത്തിയതിനു ശേഷം ഇയാൾ മറ്റൊരു സഹോദരന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി. ഭാഗ്യവശാൽ അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അല്ല എങ്കിൽ അവരും ഈ വാക്കത്തിക്ക് ഇരയായേനെ. എന്തായാലും കോടതി ഇയാൾ ഒരു ദയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് ഇതിന്റെ വാദം നടക്കുമ്പോൾ പ്രതിഭാഗം ഇളവ് വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പ്രതിയുടെ സ്വഭാവവും അതോടൊപ്പം തന്നെ ജയിലിലെ പെരുമാറ്റവും കണക്കിലെടുത്ത് ഇളവ് വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും കോടതി തേടിയിരുന്നു. ഇതൊക്കെ പരിഗണിച്ചിട്ടും കോടതി എത്തിയ നിലപാടെന്ന് പറയുന്നത് പ്രതി ഒരു ദയും അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷയായ തൂക്കുകയെ പ്രതിയായ ബാബുവിന് കോടതി നൽകിയിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുക്കന്നൂർ കേസിലെ പ്രതിക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്.